ഒരു ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കൂര നിർമ്മിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കടം തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ വേണ്ടി, വീടിൻ്റെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് പ്രവാസികൾ പലപ്പോഴും ഗൾഫ് നാടുകളിൽ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ജോലിക്ക് പോയ 50 പേരുടെ ജീവിതമാണ് ഈ കുവൈറ്റിലുണ്ടായ തീപിടുത്തൽ ഹോമിക്കപ്പെട്ടത്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ശ്രീഹരി, അങ്ങനെ ശ്രീഹരി പ്രദീപ് എന്നാണ് മുഴുവൻ പേര്. അദ്ദേഹത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ഈ മനുഷ്യൻ കടന്നുപോയി. ടോബി ജോൺസൺ ശ്രീഹരി പ്രദീപിൻ്റെ വീട്ടിൽ ചങ്ങനാശ്ശേരിയിലുണ്ട്. ആ, ടോബി നമുക്കൊപ്പം ചേരുന്നു. ടോബി, ഒരു നാട് മുഴുവൻ വേദനിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കുമല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുക. എന്തൊക്കെയാണ് അവിടെ നിന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള കാര്യം? തീർച്ചയായിട്ടും ശ്രീഹരിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ ശ്രീഹരിയുടെ ഈ ഒരു വിയോഗം ഒരു വീടിനെ മാത്രമല്ല, ഒരു നാടിൻ്റെ ഒട്ടാകെ ദുഃഖമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഇത്തിത്താനത്തേക്ക് ശ്രീഹരിയുടെ വീടിന് മുന്നിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിനുള്ള കാരണം, ശ്രീഹരി കുവൈത്തിലേക്ക് ജോലിക്ക് വേണ്ടി എത്തിയത് ഈ കഴിഞ്ഞ ജൂൺ 5-ാം തീയതി ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ ജോലിക്ക് കയറി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ദുഃഖത്തിലാക്കുന്നത് മറ്റൊന്നാണ്. അതായത് അച്ഛൻ പ്രദീപും ജോലി ചെയ്തത് ഇതേ കമ്പനിയിൽ തന്നെയായിരുന്നു. അച്ഛനോടൊപ്പം ജോലി ചെയ്യാം, ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് കോഴിക്കോടുണ്ടായിരുന്ന ആ ജോലി രാജിവെച്ചതിന് ശേഷം ഇവിടെ നിന്നും ശ്രീഹരി കുവൈറ്റിലേക്ക് വിമാനം കയറിയത്. വിമാനം കയറി അച്ഛനോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ ശ്രീഹരിക്ക് സാധിച്ചു. ആ ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം സംഭവിക്കുന്നത്. ഒരു വീടിൻ്റെ മാത്രം ദുഃഖമല്ല, ഒരു നാടിൻ്റെ ഒട്ടാകെ ഒരു ദുഃഖമാണ്. ശ്രീഹരിയുടെ കൂട്ടുകാർ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ കണ്ണുകൾ ഇപ്പോഴും നിറഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം വിഷമത്തിലാണ് അവർ ഓരോരുത്തരും ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ പ്രതീക്ഷയായിരുന്നു. 27 വയസ്സ് മാത്രമാണുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി 3 കുട്ടികളാണുള്ളത്. അതിൽ രണ്ടാമത്തെ മകനാണ് ശ്രീഹരി. അങ്ങനെ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായം തുറക്കുന്നതിന് വേണ്ടിയാണ് കുവൈത്തിലേക്ക് വിമാനം കയറിയത്. അതും ജൂൺ 5-ന്. അവിടെ ചെന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ വീട്ടുകാരിത് അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം പല മരണ വാർത്തകളും വന്നപ്പോഴാണ് ഇക്കാര്യം അന്വേഷിച്ചത്. അങ്ങനെ അച്ഛൻ ആ സ്ഥലത്തുണ്ടായിരുന്നു, പക്ഷേ മകൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അച്ഛന് പോലും അറിയത്തില്ലായിരുന്നു. ഒടുവിൽ അച്ഛൻ തന്നെയാണ് ശ്രീഹരിയെ തിരിച്ചറിയുന്നത്. കയ്യിലെ ഒരു ടാറ്റു കണ്ടാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങി അച്ഛൻ പ്രദീപ് വീട്ടിലേക്ക് അല്പസമയം മുമ്പ് എത്തി. കൊച്ചിയിലേക്കാണ് മൃതദേഹം വരുന്നത്. അവിടെ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. ഞായറാഴ്ച 2 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊരു കാരണം, ഈ ശ്രീഹരിയുടെ ഒരു കസിൻ കാനഡയിലാണുള്ളത്. ആ കസിൻ വരുന്നതിന് വേണ്ടിയാണ് മൃതദേഹം ഇങ്ങനെ ഈ സംസ്കാരം നീട്ടിവെച്ചത്. അതും എടുത്തു പറയേണ്ടതാണ്. ഇവരൊരു 5 കസിൻസ് ആണുള്ളത്. അവരെല്ലാവരും തന്നെ വലിയ സ്നേഹബന്ധത്തിൽ ഒന്നിച്ചു പോകുന്ന സഹോദരങ്ങളെ പോലെ മുന്നോട്ട് പോകുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ആ സഹോദരന് ഒരു നോക്ക് കാണാൻ വേണ്ടി ആ മൃതദേഹ സംസ്കാരം ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്തേക്ക് എത്തും. അത് ഇവിടെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് സൂക്ഷിക്കുന്നത്. വീട്ടിലേക്ക് എന്തായാലും ഇന്ന് കൊണ്ടുവരില്ല. ഈ ഒരു നാടിൻ്റെ ദുഃഖമായി ശ്രീഹരി മാറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. SKN.